അപ്പോൾ തമ്മിലൊക്കെ കണ്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഡിഷാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത്. നമ്മുടെ കള്ള് ഷാപ്പ് സ്റ്റൈലിൽ ഒരു അടിപൊളി ബീഫ് ഫ്രൈ. നല്ലൊരു ബീഫ് ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ആദ്യം വരുന്നത് എന്താ? നല്ല കറുത്തിട്ട് നല്ല മൊരിഞ്ഞ് ഇങ്ങനെ ഓരോ ബീഫ് കഷ്ണം വേറെ വേറെ കിടക്കുന്നത് നല്ലോണം മൊരിഞ്ഞ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷല്ലേ. അത് വീട്ടിലുണ്ടാക്കാൻ നമ്മൾ കുറേ ശ്രമിച്ചാലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോവും. അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിളാണെന്ന് പറയാൻ പറ്റും, പക്ഷെ എന്നാലും കുറച്ച് പ്രിപ്പിംഗ് ടൈം ഉണ്ട്. എന്നാൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാലല്ലോ നമ്മൾ ബോധം പോണ ടേസ്റ്റ് ഞാൻ എപ്പോഴും പറയില്ലേ, അതുപോലത്തെ ഭയങ്കര ബോധം പോകുന്ന ഒരു ടേസ്റ്റാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിനുള്ളത്. ഇതിനകത്ത് നാളികേരത്തിൻ്റെ കൊത്തുകൾ മാത്രമല്ല, ഞാൻ നാളികേരം കുറച്ച് അരച്ചും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് മൊരിഞ്ഞിങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ അത് നല്ലപോലെ ഇങ്ങനെ കടിക്കാൻ, ഇങ്ങനെ കിരികിരിന്ന് കടിക്കാൻ കിട്ടും. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റ് അതിൻ്റെ. പിന്നെ സ്പൈസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാകത്തിന് സ്പൈസിയും നല്ല കുരുമുളകിൻ്റെ ആ ഫ്ലേവറും പിന്നെ നമ്മുടെ കറിവേപ്പിലൊക്കെ കൂടിയുള്ള നമ്മുടെ ശരിക്കും നാടൻ സ്റ്റൈലിലുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇനി നമുക്ക് വേഗം റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് വേവിക്കാം. അപ്പോൾ ആ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആദ്യം ഒരു മസാല ഉണ്ടാക്കണം. ആ മസാലയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഡിസൈഡിങ് ആയിട്ടുള്ള ഏറ്റവും വലിയ ക്രൂഷ്യൽ പോയിന്റ്. അപ്പോൾ അത് ആദ്യം ചെയ്യാനാണ് നമ്മൾ പോണത്. നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിനുള്ളിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നാടൻ കറികളിലെ ഏറ്റവും ഫ്ലേവർ കൊണ്ടുവരുന്ന സാധനം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു മസാലക്കൂട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് 7 കുഞ്ഞുള്ളി, പിന്നെ 6 അല്ലി വെളുത്തുള്ളി, 4 ഉണക്കിയ കശ്മീരി മുളക്, പിരിയൻ മുളക് എന്നൊക്കെ പറയില്ലേ, 1.5 ഇഞ്ച് വലുപ്പത്തിൽ ഒരു ഇഞ്ചി മീഡിയം സൈസിൽ കട്ട് ചെയ്തത്, ഒരു പിടി കറിവേപ്പില. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് നാളികേരം അരിഞ്ഞത് ചേർക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് ഈ പാനിലേക്ക് ഇടാം. ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അധികം മൊരിക്കൊന്നും വേണ്ട. ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു കളർ മാറുന്ന വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലയുടെ കൂട്ടാണ് ഞാൻ പറയാൻ പോണേ. 1 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ ഫസ്റ്റ് ഉണ്ടാക്കുന്ന മസാലയിൽ ഇത്രയും മസാലയെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇനി ബീഫ് നമ്മൾ വരട്ടിയെടുക്കുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണത്. ഇപ്പോൾ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ നിറം ഇത്തിരി മാറി തുടങ്ങി. അപ്പോൾ നമുക്ക് അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ മസാലകൾ ഇതിനുള്ളിലേക്ക് ഇടാൻ പോവുകയാണ്. ഈ മസാല ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഇളക്കിയതിന് ശേഷം വേഗം ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അല്ലെങ്കിൽ ആ പാത്രത്തിൽ കിടന്ന് ഒന്നുകൂടി അത് മൊരിഞ്ഞ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, എണ്ണയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ അരച്ചെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ബീഫാണ്, അതായത് 500 ഗ്രാം ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ അത് കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വിസിൽ വരുന്ന വരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബീഫൊക്കെ വെന്ത് കഴിഞ്ഞു. ഇത് വെന്ത് ഇതിൻ്റെ വിസിൽ തന്നെ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് ഇതൊരു ആ സെയിം പാത്രം നമ്മൾ മസാല ഉണ്ടാക്കിയ ആ സെയിം പാത്രത്തിലേക്ക് തന്നെ പാത്രം ചൂടാക്കുക. എന്നിട്ട് ഈ ബീഫിനെ നമുക്ക് അതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ വെള്ളമൊക്കെ ഉണ്ടാവും, പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഇത് മൊത്തം വറ്റിച്ചെടുക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം മാറ്റി കളഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ പോകുമല്ലോ. അപ്പോൾ ആ ബീഫിന് നെയ്യൊക്കെ പോകും. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഇട്ടിട്ട് വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കുക. അപ്പോൾ നമ്മളുടെ ബീഫിലെ വെള്ളം പകുതി വറ്റി കഴിയുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും ചേർക്കാട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇത് ഭയങ്കര നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ട് നമ്മളിത് ചേർക്കാൻ പോകണം. ഈ കുഞ്ഞുള്ളിയാണ് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബീഫ് അല്ലാതെ കിടക്കുന്ന സാധനമായിട്ട് എടുക്കാൻ പോണത്. അപ്പോൾ എത്രയും അധികം കുഞ്ഞുള്ളി ഇടാൻ പറ്റുന്ന അത്രയധികം കുഞ്ഞുള്ളി എടുക്കാം. ഞാനിവിടെ ഒരു 100 ഗ്രാം കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിലും കൂടുതൽ എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും.
ഒരു 2 ഇഞ്ച് വലുപ്പത്തിൽ വരുന്ന നല്ല തടിയൻ ഇഞ്ചിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് എങ്ങനെ ഇഷ്ടമാണോ അങ്ങനെ ഇതിനെ മാറ്റാട്ടോ. ഒരു മുഴുവൻ വെളുത്തുള്ളി, ഒരു 15 അല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം നല്ല നൈസായിട്ട് സ്ലൈസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫിൻ്റെ ഉള്ളിലത്തെ വെള്ളം പകുതി വറ്റി കഴിയുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കണത് കേട്ടോ. ഇതിൽ വെള്ളം വറ്റിക്കൊണ്ട് തുടങ്ങുമ്പോൾ ചിലപ്പോൾ എണ്ണ കുറവുണ്ടാവും. ബീഫിന് നെയ്യ് അനുസരിച്ച് നമുക്ക് ഇടയ്ക്ക് കുറച്ചീശ വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അധികം വെളിച്ചെണ്ണ വേണ്ട, പക്ഷെ എന്നാലും ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോൾ 2 സ്പൂണോ അല്ലെങ്കിൽ 1 സ്പൂൺ വീതം ഒഴിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനുള്ളിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കി ഇരുന്നാൽ തന്നെയാണ് ഇത് നല്ലപോലെ മുരിഞ്ഞ് നല്ല കറുത്ത കളറിൽ വരണ്ടേ. ബീഫ് നല്ല കറുത്ത കളറിൽ മുരിഞ്ഞിരിക്കട്ടെ. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്, പക്ഷേ ടോട്ടലി നമുക്കത് വേണ്ടാന്ന് വെച്ചിട്ടും മൊരിച്ചെടുക്കാം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നമുക്ക് എണ്ണ ഒഴിക്കാണ്ട് നല്ലോണം മൊരിച്ചെടുക്കാം. അപ്പോൾ അധികം എണ്ണ ഒഴിക്കട്ടല്ലോ. ഇതിൽ നമ്മളിനി എക്സ്ട്രാ ആഡ് ചെയ്യാൻ പോണത് കുരുമുളക് പൊടിയും ഗരം മസാലയും പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അയ്യോ ക്ഷീണായി, മരിച്ച് അയ്യോ ഇങ്ങനെ മൊരിച്ചൊരു മിക്കവാറും ഒരു 25 മിനിറ്റ് നമ്മളിത് മൊരിച്ചാൽ തന്നെയാണ് ഈ വെള്ളം മൊത്തം വറ്റി പോവുള്ളൂ. അപ്പോൾ അത് മുരിഞ്ഞ് നല്ല ബ്ലാക്ക് കളറായിട്ട് ആ എന്താ പറയുക നാളികേരം അരച്ചതും പിന്നെ തേങ്ങാക്കൊത്തും അതൊക്കെ മുരിഞ്ഞ് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ മുരിഞ്ഞ് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ആ അവസാന നിമിഷത്തിൽ നമ്മളൊരു പിടി കറിവേപ്പിലയും കൂടി എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഇളക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല ചൂടുള്ള ചോറും നല്ല മുരിഞ്ഞ നല്ല ബ്ലാക്ക് കളറായ നമ്മളുടെ ബീഫ് ഫ്രൈ നമുക്ക് വേഗം ഒരു പ്ലേറ്റ് ആക്കി. പിന്നെ മോര്, ഞങ്ങൾക്ക് ബീഫിൻ്റെ കൂടെ മോര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ സാധാരണ സംഭാരം എന്നൊക്കെ പറയും, എനിക്കറിയില്ല എല്ലായിടത്തും എല്ലാതും സെയിം ആയിട്ട് തന്നെയാണ് പറയണത്. ഞങ്ങൾ വീട്ടിൽ മോരുണ്ടാക്കുക എന്നാണ് പറയുക. അപ്പോൾ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള മോരും ഒക്കെ കൂടി കഴിക്കാനുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ണാന്ന് പറയാനുണ്ടല്ലോ, വേറെ ഒന്നും വേണ്ട. നമുക്കിനി ഇത് എന്തായാലും ടേസ്റ്റ് നോക്കാണ്ട് പറ്റില്ല. അപ്പൊ ഇനിയിപ്പോ ഇതിന് ടേസ്റ്റ് നോക്കാം. ബീഫ് നല്ലോണം പൊരിഞ്ഞുണ്ടോ. ആ തേങ്ങാക്കൊത്തും കുരുമുളകും ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. ഇതെല്ലാം പ്രശ്നം ഞാൻ പറയും, പക്ഷെ അത് അത്രയും ടേസ്റ്റ് ഉണ്ട് സത്യമായിട്ടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, പ്ലീസ്. അത്രയും സിമ്പിളാണ്. നമ്മൾ കുറച്ച് നേരം ആ വരട്ടാൻ എടുക്കുന്ന സമയം ഉണ്ടെങ്കിലും നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എടുത്ത എഫേർട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു എഫേർട്ടാണ്. എന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റുള്ള റെസിപ്പിയാണിത്. ഈ റെസിപ്പിയുടെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ എഴുതിയ ഇൻഗ്രീഡിയൻസും എല്ലാ ഇതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇനിയിപ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ കുഴപ്പമില്ല, ഡിസ്ലൈക്ക് ചെയ്തോ. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണം. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരണവരെ ടാറ്റാ.